നമസ്തേ ബ്യൂട്ടിഫുൾ സോൾസ്, ലക്ഷ്മി ഹിയർ. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി വ്ളോഗ് പാർട്ട് 2. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ അല്ലേ? ഓക്കെ. അപ്പോൾ രാവിലെ ഒരു 1 hour ഞാൻ പഠിച്ചു. ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം ഒരു എക്സാം ആയതുകൊണ്ട് എനിക്കൊരു 1 hour പഠിക്കേണ്ടി വന്നു. അല്ലെങ്കിലും രാവിലെ ഒരു പഠിക്കുന്നൊരു ടൈം എന്ന് പറയുന്നത് എക്സാം ടൈമിൽ മാത്രമേ ഞാൻ പഠിക്കാറുള്ളൂ. അതായത് എക്സാമിൻ്റെ തലേദിവസേ മാത്രമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റുള്ള ഒരു പഠിപ്പുള്ളത്. അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി രാത്രി തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു ഉപദേശം എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റഡി ടേബിൾ നല്ല വൃത്തിയായിട്ട് വെക്കുക. ഓക്കെ. മെയിൻറ്റെയിൻ യുവർ സ്റ്റഡി ടേബിൾ ആസ് ക്ലീൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ ഗുണം എന്ന് പറയുന്നത്, നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു എന്താ പറയുന്നത്, ഒരു ഉന്മേഷം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അതായത് ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഈയിടെയായിട്ട് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ഇതിപ്പോൾ നടക്കുന്നത് കൊണ്ട് തന്നെ പണ്ടത്തെക്കാട്ടി എനിക്കിപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കും. അത് മാത്രമല്ല, ഒരു ജങ്ക് ഫുഡ്സിനോട് ഉള്ളൊരു ക്രേവിങ്സ് കമ്പാരിറ്റീവ്ലി, എനിക്ക് ആദ്യം എന്ന് പറയുന്നത് നല്ല ക്രേവിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു കമ്പാരിറ്റീവ്ലി എനിക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമാണല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ ഈ വെയിറ്റ് ലോസ് സംഭവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഐഡിയൽ വെയിറ്റിലോട്ട് എത്തിയിട്ട് ഞാൻ എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്തത് എന്നൊക്കെ ഉള്ളത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു നിർത്തിയത്? സ്റ്റഡി ടേബിൾ നല്ല വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു ഉന്മേഷം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്ക് അവിടെ എന്ന് പറയുന്നത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്ന ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ എന്തായാലും നമ്മൾ നമ്മുടെ ടേബിളിൽ നിന്ന് മാറ്റി വെക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് മെയിൻലി ഫോണിലാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. അതായത് ഞാനിപ്പോൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ ഫോൺ വരും. എടി ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ നടന്നു, അവിടെ ഉണ്ടല്ലോ ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടാവുന്നൊരു പാരയും കൂടി ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ അതും ആലോചിച്ച് ഞാൻ എന്ത് ചെയ്യും, അന്നത്തെ ദിവസം ഫുള്ള് കളയുമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എൻ്റെ ഫോൺ കൊണ്ടുപോയി ഞാൻ ഫ്ലൈറ്റ് മോഡിലിടും. ഓക്കെ. അപ്പോൾ ഫ്ലൈറ്റ് മോഡിലിട്ട്, അതാണ് ഞാൻ എൻ്റെ തലയുടെ മുകളിൽ ഞാൻ വെച്ചിരിക്കുന്നത്. ഫ്ലൈറ്റ് മോഡിലിട്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലയുടെ മുകളിൽ വെച്ചിരിക്കുന്ന കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ വെക്കുക. ഞാൻ എൻ്റെ ഉച്ചയുടെ മുകളിലാണ് ഞാൻ വെച്ചേക്കണത്. ഓക്കെ. അപ്പോൾ അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ പഠിക്കുന്നൊരു രീതി എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ എന്ത് ചെയ്തു, പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കുന്നൊരു വ്ളോഗാണ്. അപ്പോൾ നമുക്കെന്ന് പറയുന്നത് ശരിക്കും 3rd ഇയറിൽ ഇപ്പം ഞങ്ങൾക്ക് ഓൾറെഡി 2 സബ്ജക്റ്റാണുള്ളത്. അതായത് ഒന്ന് ഫോറൻസിക് മെഡിസിനും ഒന്ന് കമ്മ്യൂണിറ്റി മെഡിസിനും ആണുള്ളത്. അപ്പോൾ ഫോറൻസിക് മെഡിസിൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ, പിന്നെ എന്തൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഒരു വാക്സിനേഷൻ, പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട വാക്സിനേഷൻ, കുട്ടികൾക്ക് നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ട വാക്സിനേഷൻ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാമാണ് നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിനിൽ പഠിക്കുന്നത്. എളുപ്പമല്ല കേട്ടാ. പിന്നെ എന്താ പറയുക, ഈ 2 ഇതുമാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഫോറൻസിക് മെഡിസിൻ്റെ ഒരു ഇൻറ്റേർണൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുവാണ്. അപ്പോൾ എൻ്റെ അടുത്ത ദിവസമാണ് എനിക്ക് പ്രാക്ടിക്കൽസ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതാനും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയണത്, അങ്ങനെ റേപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് എഴുതാനും, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ആണ് മെയിൻലി ഫോറൻസിക് മെഡിസിൻ്റെ പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാക്ടിക്കൽസിന് ഇത് വളരെ പക്കയായിട്ട് ഈ ഫോർമാറ്റ് പഠിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു കേസ് തരും. ആ കേസിനനുസരിച്ച് നമ്മൾ ഇതങ്ങ് മോഡിഫൈ ചെയ്ത് ഈ ഫോർമാറ്റിൽ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ നമ്മൾ അവിടെ വെച്ചിട്ട് എഴുതി നമ്മൾ ഇത് ഫില്ല് ചെയ്ത് നമ്മൾ വെക്കണം. അതാണ് നമ്മളുടെ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റിന് നമുക്ക് 10 മിനിറ്റ് വെച്ചുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ എഴുതി തീർക്കണം. അപ്പോൾ അങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ. അപ്പോൾ അത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം റെക്കോർഡ് ബുക്ക് തുറക്കുക. റെക്കോർഡ് ബുക്ക് തുറന്നു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഞാൻ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഒരാളോട് ഇപ്പോൾ ഒരാളിപ്പോൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആളോട് ചോദിക്കില്ലേ, നിങ്ങളുടെ പേരെന്താണ്,
നിങ്ങൾക്ക് എന്തൊക്കെ അസുഖം, നമ്മൾ അങ്ങോട്ട് നമ്മളൊരാളോട് ചോദിക്കില്ല ഓരോ കാര്യങ്ങൾ. അതേപോലെയാണ് ഞാൻ പഠിക്കുന്നത്. അതായത് അതിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനത് മലയാളത്തിലോട്ടാക്കിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഒരാളുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ആളോട് സംസാരിക്കും. അതായത് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോ, അപ്പം ഇങ്ങനെ ഉണ്ടോ അപ്പോൾ ഒരാൾ എൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പം നമ്മളൊരാളോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിനെക്കാട്ടി ഒരുപാട് കംഫർട്ടബിളായ ലാംഗ്വേജ് എൻ്റെ മദർ ടങ്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിക്കും. അപ്പോൾ ഈ എക്സാമിനേഷൻ ആയതുകൊണ്ട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ എഴുതാനായിട്ട് വളരെ സ്പീഡ് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ബുക്ക് തുറന്ന് അത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കും, വീണ്ടും പറയും, അതെഴുതും. അത് ഒരു റൗണ്ടിൽ. അതിൻ്റെ രണ്ടാമത്തെ റൗണ്ടിൽ എന്ന് പറയുന്നത് ബുക്ക് അടച്ചു വെച്ചിട്ട് അത് ഞാൻ ഫുള്ളിരുന്ന് ലൈക്ക് എൻ്റെ മനസ്സിൽ നിന്ന് എഴുതും. എന്നിട്ട് എനിക്കെന്ന് പറയുന്നത് റെഡ് പെൻ ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു പെന്നാണ് റെഡ് പെൻ എന്ന് പറയുന്നത്. അപ്പോൾ റെഡ് പെൻ വെച്ച് ഞാനൊന്ന് കറക്റ്റ് ചെയ്യും. അപ്പോൾ കറക്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു 3rd റൗണ്ട് ഓഫ് റിവിഷനും കഴിഞ്ഞു. അപ്പോൾ 3 റൗണ്ട് റിവിഷനും കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെറ്റായിട്ടുണ്ടാവും ആ ഒരു സർട്ടിഫിക്കറ്റിൽ. അങ്ങനെയാണ് അതിലുള്ളൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് ഒരു 6-7 സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പം 3rd ഇയേഴ്സിന് അറിയാൻ പറ്റും നല്ലോണം പഠിക്കാനുണ്ടെന്നുള്ളത്. ചിലവർ വിചാരിക്കും ഇതൊരു സർട്ടിഫിക്കറ്റ് അല്ലേന്ന്. അങ്ങനെയല്ല, ചിലതൊക്കെ 4-5 പേജ്, 4-5 അല്ല 3-4 പേജൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ്സ് ആണുള്ളത്. അപ്പോൾ അതിലുള്ള ഓരോ ആ ഫോമാറ്റ് പക്കയായിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യം. ഇനിയിപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി മെഡിസിൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കേസ് ഹിസ്റ്ററി എഴുതാനാണ്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഒരു 45 മിനിറ്റ്സ് തരും. ഈ 45 മിനിറ്റ്സിൽ അതിൽ നമുക്കൊരു കേസ് തരും. അപ്പോൾ ആ കേസ് വായിച്ച് നമ്മളുടെ കേസ് അതിൽ നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിലും അതെ, ഇപ്പം നമ്മളൊരു CVS എക്സാമിനേഷൻ ആയിക്കോട്ടെ, CVS എന്ന് പറഞ്ഞാൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റം, അല്ലെങ്കിൽ RS എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി സിസ്റ്റം, ഏത് സിസ്റ്റത്തിൻ്റെ എക്സാമിനേഷനും ആയിക്കോട്ടെ, എല്ലാ എക്സാമിനേഷനും നല്ല പണിയുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും ഓരോരോ ഫോമാറ്റാണ്. അതായത് വയസ്സായ ആൾക്കാർക്ക് വേറൊരു ഫോമാറ്റ്, പിന്നെ കുട്ടികൾക്ക് വേറൊരു ഫോമാറ്റ്, പിന്നെ ഗർഭിണികൾക്ക് വേറൊരു ഫോമാറ്റ്, പ്രസവിച്ചു കഴിഞ്ഞാൽ വേറൊരു ഫോമാറ്റ്, പനിയുള്ള ആൾക്ക് വേറൊരു ഫോമാറ്റ്, അങ്ങനെ ഒരുപാട് ഫോമാറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫോമാറ്റ്സും ഒക്കെ നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എഴുതാൻ പറ്റുള്ളൂ. അതായത് എല്ലാത്തിനും കൂടി ഒരു കോമൺ ഫോമാറ്റ് അല്ല. ഓക്കെ, അതും ഞാൻ ഈ സെയിം പോലെ തന്നെയാണ് പഠിക്കുന്നത്. അതായത് ഇതിന് ഞാനൊരു കേസ് എക്സാമ്പിൾ എടുത്തിട്ടാണ് ഞാൻ പഠിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. അതായത് ഒരു കേസ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് പഠിക്കുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കാനായിട്ട് നമ്മളോട് പറയും, അപ്പം തന്നെ നമ്മൾ പഠിക്കും. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ കേസിന് ചിലപ്പോൾ നമുക്ക് ഒരു കേസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പഠിക്കുന്ന ടൈമിൽ എനിക്ക് എടുക്കാൻ പറ്റിയൊരു കേസ് എന്ന് പറയുന്നത് TB ആണ്, ട്യൂബർക്ലോസിസ്. അപ്പോൾ അത് മാത്രമാണ്. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഡയബറ്റിസ് മിലിറ്റസ് ആയിരിക്കും നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാ കേസും നമ്മൾ വളരെ 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 ഫെമിലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ ഉള്ളത്, ഒരു സ്പോട്ടേഴ്സ് ഉണ്ടാവും. സ്പോട്ടേഴ്സ് കുറേ വാക്സിൻസിൻ്റെ വയൽസൊക്കെ വെച്ചിട്ട് പിന്നെ കുറേ ടാബ്ലറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു സ്പോട്ടേഴ്സ് ഉണ്ടാവും. ആ സ്പോട്ടേഴ്സ് എഴുതുക. അത് കഴിഞ്ഞൊരു OSP ചാർട്ട്സ് ഉണ്ടാവും. ആ ചാർട്ട് എന്ന് പറയുന്ന ഒരു ചാർട്ട് ഉണ്ടാവും. ആ ചാർട്ടിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മളുടെ CMഉം കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക് മെഡിസിൻ്റെ ഇത് പ്രാക്ടിക്കൽസ്, ഹൗ ഇറ്റ് ഈസ് ഗോയിങ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മളെ പ്രാക്ടിക്കൽസിനുള്ളത്. അപ്പോൾ ഈ തിയറി എക്സാംസ് കഴിഞ്ഞിട്ട് തന്നെ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പ്രാക്ടിക്കൽസ് വയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മടുക്കാറാണ് പതിവ്. അപ്പോൾ അതായത് എന്താ പറയുക, 2 ദിവസത്തെ തിയറി എക്സാം കഴിഞ്ഞിട്ട് അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഉടനെ, കാരണം തിയറി എക്സാമിന് തന്നെ ഓൾമോസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മടുപ്പ് മാറ്റാൻ വേണ്ടിയിട്ടും കൂടിയാണ് ആക്ച്വലി ഞാനൊരു ഇന്നോവേറ്റീവായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ ഇങ്ങനെ സ്ഥലം മാറി ഇരുന്ന് പഠിക്കുക. അതായത് എല്ലാ ദിവസവും ഞാൻ സ്റ്റഡി ടേബിളിൽ തന്നെ ഇരുന്നല്ല പഠിക്കാറ്.
പഠിക്കാറ്. അതായത് രാവിലെ ഇരിക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതായത് ഞാൻ രാവിലെ വീഡിയോ എടുത്തത് ഞാൻ എൻ്റെ ബാൽക്കണിയുടെ വെളിയിലിരുന്നിട്ടാണ്. അപ്പോൾ ബാൽക്കണിയുടെ വെളിയിലിരിക്കുമ്പോൾ ഒരു പുതിയ സ്ഥലം, പുതിയൊരു അന്തരീക്ഷം എല്ലാം പുതിയതായിരിക്കും അല്ലേ. അപ്പോൾ അത് നമുക്ക് ഒരു വളരെ പ്രചോദനമായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥലം മാറിയിരുന്ന് പഠിക്കുക. പിന്നെ പല പല ബുക്സ് യൂസ് ചെയ്യുക, അതായത് നോട്ട് ബുക്സ് പലത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതായത് എനിക്ക് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പല നോട്ട് ബുക്സ്, നല്ല ഭംഗിയുള്ള നോട്ട് ബുക്സുകൾ ഞാൻ ഓരോന്ന് വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ അതൊന്ന് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെടുക്കുമ്പോൾ നോട്ട് ബുക്ക്, അപ്പോൾ അങ്ങനെ ഒന്ന് നോട്ട് ബുക്സ്, അല്ലെങ്കിൽ നോട്ട് ബുക്സ് ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് വാങ്ങിച്ചിട്ട് അത് നമ്മളൊരു ഫയൽ മേടിച്ച് ഫയൽ ചെയ്ത് വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ പല പല പിന്നെ പെൻസിൽസൊക്കെ ഞാൻ വാങ്ങി വയ്ക്കും. അതൊക്കെ ഞാൻ അവിടെ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മളുടെ ഒരു പെൻസിൽ സ്റ്റാൻഡ് ഒരെണ്ണം വാങ്ങും. അതിൽ ഞാൻ പല പല നല്ല ഭംഗിയിലെ പെൻസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിൾ എപ്പോഴും ഞാനൊരു ഹെവനായിട്ട് സൂക്ഷിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇരിക്കുന്ന കാര്യം. ഇരിപ്പിടം ശരിയല്ല എന്നുണ്ടെങ്കിൽ നല്ല നടുവേദന എടുക്കും. സോ ഇരിക്കാനായിട്ട് നല്ല നമ്മളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചെയർ, അതായത് അതിലിരുന്ന് ഉറങ്ങാത്ത രീതിയിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചെയർ യൂസ് ചെയ്യുക. അപ്പോൾ ആ ചെയർ യൂസ് ചെയ്യുന്നതും ഇറ്റ്സ് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയും സാഹചര്യങ്ങളും ഒഴിവാക്കുക. സാഹചര്യം ഒഴിവാക്കാനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പഠിക്കുന്ന ടൈമിൽ ഒരിക്കലും ഫോൺ വെക്കാതിരിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് അത്. എനിക്കത് അത്ര നന്നായിട്ട് തോന്നുന്നില്ല. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒന്ന് സീരിയസ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മാരോ വെച്ചിട്ട് പഠിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നെറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്നൊരു ടാബ് കണ്ടോ, അപ്പോൾ ഈ ടാബിലാണ് ഞാൻ മാരോ യൂസ് ചെയ്യാറുള്ളത്. സോ അതിലെന്ന് പറയണ വേറെ ഒരു ഇതുമില്ല. യൂട്യൂബുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ടാബ് ഇസ് എക്സ്ക്ലൂസീവ് ഫോർ മാരോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ഒരു ടാബാണ്. അപ്പോൾ ഈ ടാബ് യൂസ് ചെയ്തിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫോണിലുള്ള നെറ്റെല്ലാം ഓഫ് ചെയ്യും. അപ്പോൾ ടാബിൽ ഇപ്പോൾ നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഒബ്വിയസ്ലി നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടാബിൽ സെർച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത്ര നിർബന്ധമാണ് പഠിക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റ് വേണം, റെഫറൻസ് എടുക്കണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടാബോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ എന്തെങ്കിലും ഒന്ന് എന്താ പറയണ, അതിൽ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പഠിക്കേണ്ട ടൈമിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം ഈ പഠിക്കുന്നതിൽ ഞാൻ ഇന്നലെയും പറഞ്ഞു, ഞാൻ അതിന് മുന്നത്തെ ദിവസം ഞാൻ 2 hours പഠിച്ചു എന്ന് പറഞ്ഞു. 2 hours ഞാൻ സത്യമായിട്ടും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്കിരുന്ന് പഠിക്കാൻ പറ്റി. അതായത് നമ്മൾ ഒരു 10 minutes അല്ലെങ്കിൽ ഒരു 15 minutes കഴിയുമ്പോൾ ഒരു കാര്യം നമ്മൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വേറെ എവിടെ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഇല്ല. പിന്നെ ആ ചെയ്യുന്ന കാര്യം നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കുറച്ച് നേരം കൂടി ഇരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലങ്ങ് മുഴുകിപ്പോവും. അതാണ് ആക്ച്വലി നമുക്ക് ഉണ്ടാവുന്നത്. അതേ കൊണ്ട് തന്നെ നമ്മളപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻ മാറ്റി വയ്ക്കുമ്പോൾ മാത്രമാണ് ഇതെല്ലാം നമുക്ക് നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡിസ്ട്രാക്ഷൻ മാറ്റി വയ്ക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. പിന്നെന്താ എനിക്ക് പറയാനുള്ളത്, പിന്നെ നമ്മളെ നോട്ട് ബുക്സ്, ഇപ്പോൾ നമ്മളെ എക്സാമിൻ്റെ തലേ ദിവസം നമ്മളൊന്ന് എഴുതി പഠിച്ച നോട്ട് ബുക്ക് നമ്മളൊരിക്കലും കളയാതിരിക്കുക. കാരണം അതിൻ്റെ അടുത്ത ദിവസത്തെ എക്സാമിന് എനിക്ക് പ്രയോജനപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യക്ഷരം വെച്ചിട്ട് എഴുതിയ നോട്ട് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ബുക്കും കൊണ്ടാണ് ഞാൻ പോവാറ്. അപ്പോൾ അതിലെന്ന് പറയണത് നമ്മളെല്ലാം ഒന്നും എഴുതൂലല്ലോ, നമ്മളിങ്ങനെ രാമായണ മഹാഭാരതം ഒന്നും നമ്മളെല്ലാം എഴുതി വയ്ക്കാൻ പോകുന്നില്ല. ലൈക്ക് പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ എഴുതാറ്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ ഉണ്ടാവുന്നത്, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത ദിവസം റിവിഷൻ്റെ ടൈമിൽ നമുക്കൊന്ന് പേപ്പർ പെട്ടെന്ന് മറിച്ച് നമുക്കിങ്ങനെ നോക്കി പോകാൻ പറ്റും. അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ നമുക്ക് 2 റിവിഷൻ നല്ല സ്പോട്ടിൽ ടക്കനെ തീർക്കാൻ പറ്റും. ഓക്കെ, അതാണ് അങ്ങനത്തെ ഒരു ബുദ്ധിയുണ്ട്. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യും. ഹൈലൈറ്റേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പേർളി ചേച്ചി പറഞ്ഞല്ലേ, എൻ്റെ തല എൻ്റെ കുതിര അതേമാതിരിയാണത്. അപ്പോൾ എനിക്കെന്ന് പറയുന്നത് അതൊക്കെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് എളുപ്പമാണ്. അപ്പോൾ ഞാനിതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്താണെന്ന് പറഞ്ഞാൽ, അപ്പം നിങ്ങൾക്കും കൂടി അത് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതന്നെ കാര്യം. ഓക്കെ,
പിന്നെ എനിക്ക് നിങ്ങളോട് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണെന്നാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 2 മണിക്കൂർ പഠിച്ചു, പക്ഷെ മനസ്സില്ലാതെ നിങ്ങൾ അവിടെ നിന്ന് പഠിക്കുവാണെന്ന് വിചാരിച്ചോ, ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിത് സ്ട്രെസ് ചെയ്ത് പറയാനായിട്ട് കാരണമുണ്ട്. കാരണം വെറുതെ ഇരുന്ന് 2-3 മണിക്കൂർ മനസ്സില്ലാതെ പഠിച്ചിട്ട് എന്തിനാണ് നിങ്ങൾ ആ സമയം നിങ്ങൾ വെറുതെ കളയുന്നത്? ആ ടൈമിൽ നിങ്ങൾ വേണമെങ്കിൽ എന്താ പറയുന്നത്, വല്ല ഫ്രണ്ട്സായിട്ട് ചില്ല് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് പോയിക്കൂടെ? മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന ഒരു 25 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കൂടി ആ 25 മിനിറ്റ്സ് ഷുഡ് ബി സോളിഡ്. അതായത് നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചൊരു ടോപ്പിക്കിൽ നിന്ന്. പക്ഷേ ഇതെന്ന് പറയുന്നത് എക്സാമിൻ്റെ ടൈമിൽ ഈ ഒരു കേസ് ആപ്ലിക്കബിൾ അല്ല. അതായത് ഇപ്പോൾ എക്സാമിൻ്റെ ഒരു ടൈമിലെന്ന് പറയുന്നത് നമ്മൾ ഫുൾ അറ്റൻഷൻ കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ടൈമാണ്, എസ്പെഷ്യലി തലേദിവസം. അപ്പോൾ തലേദിവസം നമുക്ക് ഒരു ഫുൾ ടൈം പഠിക്കാൻ പറ്റിയ അത്രയും നല്ലത്. അതായത് ഒരു എക്സാം അടുക്കുന്നൊരു ടൈമിൽ, എന്നെ സംബന്ധിച്ച് എക്സാം അടുക്കുന്നൊരു ടൈമിൽ ആ ഒരു തലേദിവസം ഞാൻ എഴുതുന്ന ഒരു റാപ്പിഡ് റിവിഷൻ ഉണ്ട്. അതായത് ഇങ്ങനൊരു ബുക്ക് എടുത്ത് ഞാനത് എഴുതി അതൊന്ന് വെച്ച് ആ ബുക്കാണ് ഞാൻ എക്സാമിനേഷന് കൊണ്ടുപോകാറ്. ഞാനത് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അത് എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഇത് എഴുതണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഫുൾ ഡേ പറയുന്നത്. അതായത് ഞാൻ തലേദിവസം രാവിലെ ഈ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ രാത്രി ഒരു 12:45 1 മണി വരെ പഠിക്കും. ഈ ഒരു പണി തുടരും. എന്നിട്ട് രാവിലെ ആ ടൈമിലാകുമ്പോൾ ഒരു റൗണ്ട് ഞാൻ റിവിഷൻ ഞാൻ തീർത്തിരിക്കും. ഓക്കെ, എന്നിട്ട് എൻ്റെ അടുത്ത ദിവസം മോർണിംഗ് എഴുന്നേറ്റ് വീട്ടിലിരുന്നിട്ട് ഒരു റിവിഷൻ, കോളേജിൽ പോയിട്ട് 2 റിവിഷൻ. അങ്ങനെയാണ് ഞാൻ എക്സാമിന് ഞാൻ ആക്ച്വലി പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടി ഉപയോഗപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് മുന്നേയൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലും ഒക്കെ എന്താ പറയുന്നത്, മാക്സിമം ഞാൻ പഠിക്കുന്നത് ഒരു ടൈം എന്ന് പറയുന്നത് 1 hour ആയിട്സ് മാക്സിമം. അതിനപ്പുറം ഒന്നും ഞാൻ ഒരു ദിവസം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ചില ദിവസങ്ങളിൽ പഠിക്കാറുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതിപ്പോൾ ഞാനൊന്ന് മാറ്റാമെന്ന് വിചാരിച്ച് ഡെയിലി ഒരു 2 hours പഠിച്ചാലോ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ വന്നത്. അപ്പോൾ തേർഡ് ഇയർ ആദ്യം 2 hours ഒന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറേ സമയം എടുത്തിട്ടാണ് ഞാനിരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വേറൊന്നും എനിക്കിതിൽ പറയാനില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ എല്ലാവരും നല്ല സേഫായിട്ടും സെക്യൂറായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.